ശങ്കർ കൂടിയുണ്ട്. അരുൺ ശങ്കർ, ദിലീപ് ഇപ്പോൾ പാസ്പോർട്ട് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിധി വന്ന പശ്ചാത്തലത്തിൽ തനിക്ക് വിദേശ യാത്രയും മറ്റുമൊക്കെ ആവശ്യം വരും, പാസ്പോർട്ട് വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ കോടതിക്ക് വെളിയിൽ ആക്ടിവിസ്റ്റുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന്റെ ചില ദൃശ്യങ്ങളും വരുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? തീർച്ചയായിട്ടും കേസിൽ വെറുതെ വിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ദിലീപ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായിട്ട് ദിലീപിൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരുന്നു. ആ പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യമാണ് ദിലീപ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ആ ഹർജി ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പരിഗണിച്ച് ഇക്കാര്യത്തിൽ പാസ്പോർട്ട് വിട്ടുകിട്ടാനുള്ള തീരുമാനത്തിലേക്ക് കോടതി പോകും. കാരണം കേസിൽ വെറുതെ വിട്ട സ്ഥിതിക്ക് ഇനി ജാമ്യവ്യവസ്ഥയുടെ പ്രകാരം പാസ്പോർട്ട് പിടിച്ചു വെക്കേണ്ടതില്ല. അതിനിടയിലാണ് എറണാകുളം ജില്ലാ കോടതി സമുച്ചയത്തിന് മുന്നിൽ ഒരു പ്രതിഷേധമുണ്ടായത്. ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധമുണ്ടായത്. നടിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ബഹുജന കൂട്ടായ്മ എന്ന പേരിലാണ് അവർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഒരു കോടതി വിധിയും പൂർണ്ണമല്ല. ഇതിന് മുകളിലും കോടതികളുണ്ട്, അവിടെ നമ്മൾ സമീപിക്കും. കേരളത്തിന് ജനാധിപത്യം ബോധം അത്രമേൽ കെട്ടുപോയി ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഒരു ഗുണ്ട തെരുമധ്യത്തിലിറങ്ങി ജനങ്ങൾ മുഴുവൻ വെല്ലുവിളിക്കുന്ന കാര്യം നടന്നിരിക്കുന്നത്. 1500 പേജുള്ള തെളിവുകൾ മുഴുവൻ പൾപ്പ് ലിറ്ററേച്ചർ പോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിരിക്കുകയുള്ളൂ. ഞങ്ങൾ ജഡ്ജിമെന്റിനെ കുറിച്ച് പറയാൻ ആളുകളല്ല. പക്ഷേ ഈ ജഡ്ജിമെന്റ് ജനഹിതത്തിനെതിരാണ്. കോടതികൾക്കും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും ലെജിസ്ലേച്ചറിനും ജനങ്ങളോട് ഉത്തരവാദിത്തം നമ്മൾ കാണുന്നു. ആ നിലയിൽ നോക്കിയാൽ ഈ വിധി ഞങ്ങളെതിരാണ്.